ഹലോ ദേവിക, ഞാൻ ദാ വീടിന്റെ അടുത്തെത്തി. ഇത്ര പെട്ടെന്നോ? പ്രശ്നങ്ങളും കാട്ടുതീയും ഒരുപോലെയാ. പെട്ടെന്ന് അണച്ചില്ലെങ്കിൽ പടരും. മനോഹരേട്ടാ, ചായ. അച്ഛാ, എന്താ മോളെ? നിരഞ്ജൻ ഡോക്ടർ വരുന്നുണ്ട്. ഇങ്ങോട്ടോ? അത് വേണമായിരുന്നു മോളെ. വേണം. എന്താ ഡോക്ടർക്ക് പറയാനുള്ളേന്ന് കേൾക്കണ്ടേ? എന്നതാണോ മനോഹര? നിരഞ്ജൻ ഡോക്ടർ വരുന്നുണ്ട്. ആ വരും. താടിക്ക് തീ പിടിച്ചാ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? അമ്മ തൽക്കാലം ആ താടിന്ന് ബീഡി കത്തിക്കാൻ നിൽക്കണ്ട. ഇവിടെ ആരും ബീഡി കത്തിക്കാനും പന്തം കൊളുത്താനും ഒന്നുമില്ല. പക്ഷേ അച്ഛൻ ചോദിക്കാനുള്ളത് ചോദിക്കണം. അമ്മയും. ഇല്ലെങ്കിലേ നായകനും നായികയും കൂടി അഭിനയിച്ചങ്ങ് തകർക്കും. നാട്യ രാക്ഷസിയല്ലേ ആരെങ്കിലും? ഇവിടെ ആർക്കും അഭിനയിക്കാൻ ഒന്നുമില്ല നിത്യ. പറയാനുള്ളത് നിരഞ്ജൻ ഡോക്ടർ പറയും. ചോദ്യങ്ങളുള്ളവർക്ക് ചോദിക്കാം. കേറുവാ ഡോക്ടറെ. ഇരിക്കേ ഡോക്ടർ, ഇരിക്കേ. ഞാൻ വന്നത് സുധിയുടെ അച്ഛനോടും അമ്മയോടും ചിലത് പറയാനാ. അതെ, മറ്റുള്ളവർക്ക് കേൾക്കാവല്ലോ അല്ലേ? അതോ സ്ഥലം വിടണോ? ആൾക്കൂട്ടം അനങ്ങാതെ നിന്നാ മതി. ആരവും വേണ്ട, എക്സ്പ്രഷൻസ് മാത്രം മതി. ആ, നവരസങ്ങൾ വാരി വിതറിയേക്കാം. സംഗതി മൊത്തത്തിൽ രസമാണല്ലോ. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും കേൾക്കാം. പരസ്യമായ കാര്യങ്ങൾക്ക് എന്ത് രഹസ്യം? ഒരാൾ മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടർ സംസാരിക്കുന്ന എന്നോടാ. എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഇനി ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഉത്തരവേ. ഡോക്ടറെ, ഡോക്ടർ പറഞ്ഞു. സിദ്ധാർത്ഥൻ എനിക്ക് തന്നൊരു ചെക്കാണല്ലോ പ്രശ്നം. ശരിയാണ്, എന്നെങ്കിലും ഒരിക്കൽ ഉപയോഗിക്കാൻ, അതും നിർധനരായ രോഗികൾക്ക് ഉപകാരപ്പെടാൻ. സിദ്ധാർത്ഥൻ എനിക്കൊരു ചെക്ക് തന്നിരുന്നു. അതിന് ദേവികയും സാക്ഷിയാ. നീ ഒന്നും മിണ്ടാതിരിക്കും ഭാമിനി. സാർ പറയട്ടെ. ആ ചെക്ക് എന്റെ കൈവശമുണ്ട്. 1 രൂപ പോലും ഞാൻ അതിൽ എഴുതിയിട്ടുമില്ല, എടുത്തിട്ടുമില്ല. ഡേറ്റ് ഇടാത്ത ചെക്ക് എപ്പോ വേണമെങ്കിലും മാറാലോ. ഉടമസ്ഥനോട് ബാങ്ക് കൺഫർമേഷൻ വാങ്ങിയ എത്ര തുക വേണമെങ്കിലും എഴുതിയെടുക്കുകയും ചെയ്യാം. നിന്റെ വക വിജ്ഞാന വിളമ്പലൊന്നും വേണ്ട. നിത്യ പറഞ്ഞത് ശരിയാ. പക്ഷേ ആ ചെക്ക് ഞാൻ മാറില്ല. സിദ്ധാർത്ഥന് തിരികെ നൽകുകയും ചെയ്യും. അതിൽ നിന്ന് 1 രൂപ എടുത്ത് 1 രോഗിയെങ്കിലും സഹായിച്ചാൽ എന്നും ഞാൻ സംശയത്തിന്റെ നിഴലിൽ തന്നെ നിൽക്കേണ്ടി വരും. പിന്നെ സിദ്ധു എനിക്ക് ചെക്ക് തരുമ്പോൾ ദേവിക സാക്ഷിയായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ ദേവികയ്ക്ക് അന്ന് അറിയില്ലായിരുന്നു സിദ്ധാർത്ഥന്റെ ഉള്ളിൽ മിടിക്കുന്നത് സുധിയുടെ ഹൃദയമാണെന്ന്. അതുകൊണ്ട് ദയവായി ആരും ഇക്കാര്യത്തിൽ ഒരു രീതിയിലും ദേവികയെ സംശയിക്കരുത്. ആഹാ, ഹാപ്പി എൻഡിങ്. കെട്ടുറപ്പുള്ള തിരക്കെന്ന് പറഞ്ഞ ഇതാ. പക്ഷേ ബോക്സ് ഓഫീസിൽ ആ പീസ് അടിച്ചുപോയി. കഥയല്ല, ഇതാണ് സത്യം. കെട്ടുകഥയുടെ ചരടിൽ ജീവിതം കോർക്കുന്ന ശരത്തിന് ഇതൊരു കഥയായി തോന്നും.
ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. സുധിയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടിൽ വന്ന് സുധിയുടെ അച്ഛനോടും അമ്മയോടും ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. അതാ വന്നത്. സുധിയുടെ അച്ഛന് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല ഡോക്ടറെ. എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. ആ കണ്ടില്ലേ ഇവള് പ്രശ്നം പരിഹരിക്കാൻ ആളെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഞാനായിട്ട് വിളിച്ചു വരുത്തിയതൊന്നും അല്ല മുത്തശ്ശി. പുറത്തു വെച്ച് കണ്ടപ്പോ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് നിരഞ്ജൻ സാറ് എന്നോടായിട്ട് പറഞ്ഞതാ. അങ്ങനെ പറയിക്കാൻ വേണ്ടിയാണല്ലോ നീ ഇവിടുന്ന് ചൂട്ടും കെട്ടി പാഞ്ഞു പോയത്. ഇവിടെ വന്നിപ്പോ സെന്റിമെന്റ്സും പറഞ്ഞ് എല്ലാം ഒന്ന് ഒതുക്കി തീർക്കാവുന്ന കരുതിയത്. അങ്ങനെ ഇവിടെ ആരും ഒന്നും ഒതുക്കി തീർക്കുന്നില്ല. കേസുമായിട്ട് മുമ്പോട്ട് പോവാൻ തീരുമാനിച്ചാ നമ്മൾ മുമ്പോട്ട് പോവാ തന്നെ ചെയ്യും. കേസുമായിട്ട് മുമ്പോട്ട് പോകണോ വേണ്ടേന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അയ്യോ, അങ്ങനെ നീയായിട്ട് തന്നെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, സുതിമോൻ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ സ്വത്താ. ഇന്ന് മുതലേ അമ്മേ നിങ്ങൾക്കെല്ലാം സുതിമോൻ പൊതുസ്വത്തായത്. നീ എന്തൊക്കെ പറഞ്ഞാലും സുതിമോനെ അങ്ങനെ നാട്ടുകാര് സ്വത്തായി വെച്ച് അനുഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അപ്പൊ അതാ പ്രശ്നം. സ്വത്ത് ആരനുഭവിക്കുന്നു എന്നുള്ളതാ. നിരഞ്ജൻ ഡോക്ടർ പറഞ്ഞതില്ലേ, എനിക്കൊരു കള്ളത്തരം തോന്നിയില്ല. അയ്യോ, നിനക്ക് തോന്നത്തില്ല. പക്ഷേ ഞാൻ മുമ്പോട്ട് പോകും. എന്റെ സമ്മതത്തോടെ അമ്മ പോകത്തില്ല. അമ്മയുടെ ചെറുമകനല്ലേ മനോഹരേട്ട. അമ്മ മുന്നോട്ട് പോകുന്നെങ്കിൽ പൊക്കോട്ടെ. മനോഹരേട്ടൻ തടയുന്ന എന്തിന്? എന്നാ നിനക്ക് പോകണം തോന്നുന്നുണ്ടോ? പരാതി കൊടുക്കാൻ. അവള് മിണ്ടത്തില്ലടാ. അതെ, പരാതി ഇല്ലഞ്ഞിട്ടൊന്നുമല്ല. നിന്നെ നിന്റെ മരുമോളെ പേടിച്ചിട്ടാ. ചിലപ്പോ ഞാൻ വിളിച്ചാ പാർവതി വരികയും ചെയ്യും. അവസാനം നീയും നിന്റെ മരുമോളും മാത്രം ഇവിടെ ഒറ്റപ്പെട്ടു നിൽക്കും. അതാ ഇനി സംഭവിക്കാൻ പോകുന്നത്. നിരഞ്ജൻ സാറ് ആ ചെക്ക് തിരിച്ചു കൊടുക്കുമ്പോ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെ നിന്റെ ഡോക്ടറുടെ ഔദാര്യമൊന്നും ഇവിടെ ആർക്കും വേണ്ട.